ദ്രോണാചാര്യ അവാർഡ് ജേതാവും ബാഡ്മിന്റൺ കോച്ചുമായ എസ് മുരളീധരന് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ, വൈസ് പ്രസിഡന്റ് റോയ് ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ബാഡ്മിന്റൺ അക്കാദമിയുടെ ഉദ്ഘാടനം എസ് മുരളീധരൻ നിർവഹിച്ചു. കൗൺസിൽ പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ അവരെ ക്ഷണിക്കുന്നു. സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടി, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകെ 2 പേരെയാണ് ഈ അവാർഡിന്, അതായത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പരിഗണിച്ചാണ് ഉള്ള ദ്രോണാചാര്യ. ദ്രോണാചാര്യ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റെഗുലർ, മറ്റൊന്ന് ലൈഫ് ടൈം. റെഗുലർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് അച്ചീവ്മെന്റ് എടുത്തുകൊണ്ട്, ഈ ട്രെയിൻ ചെയ്ത കുട്ടിയുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് അച്ചീവ്മെന്റ് കണക്കിലെടുത്തുകൊണ്ട് കൊടുക്കുന്നതാണ് റെഗുലർ ദ്രോണാചാര്യ. അങ്ങനെയാണ് PT ഉഷ ഏഷ്യൻ ഗെയിംസിൽ ഉന്നത സ്ഥാനം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ OM നമ്പ്യാർക്ക് റെഗുലർ ദ്രോണാചാര്യ ലഭിച്ചത്. ലൈഫ് ടൈം അച്ചീവ്മെന്റിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഈ അവാർഡ് ലഭിക്കുന്നത് എനിക്കാണ്. ഇതിലുള്ള ഒരു വ്യത്യാസം, റെഗുലർ ദ്രോണാചാര്യക്ക് 10 ലക്ഷം രൂപയാണ് പാരിതോഷികമായി നൽകുന്നതെങ്കിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് 15 ലക്ഷം രൂപയുണ്ട്. കൂടാതെ മാസം തോറും 20,000 രൂപ പെൻഷൻ ആജീവനാന്തം ലഭിക്കും. കൂടാതെ വിമാനത്തിലും ട്രെയിനിലും യാത്ര സൗജന്യമാണ്. പിന്നെ വൈദ്യസഹായം എവിടെയും സ്വീകരിക്കാൻ ഫ്രീ ആയിട്ട്, ഇങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട്.